Hi everyone, this is Rinsi from Groww Malayalam channel. Economist State Bank of India നടത്തിയൊരു സ്റ്റഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2020-21 ഇന്ത്യൻ ഹൗസ് ഹോൾഡ് 7.1 lakh crores ആണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2020-21 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വേൾഡ് പാൻഡമിക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമിൽ പാൻഡമിക് നമ്മുടെ ലൈഫിൽ സേവിങ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്ടഡ് ക്രൈസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വാരൻ ബഫറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറയാം. ഇപ്പോൾ വാരൻ ബഫറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആണ്. അദ്ദേഹം ഒരു ഇൻവെസ്റ്റർ ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഡോർ ടു ഡോർ സെല്ലിങ്, അതായത് കോക്ക് ക്യാൻസ്, മാഗസിൻസ്, അതുപോലെ തന്നെ ഗംസ് ഒക്കെ ഡോർ ടു ഡോർ അദ്ദേഹം സെല്ല് ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് 14 വയസ്സുള്ളപ്പോൾ 40 ഏക്കർ ലാൻഡ് വാങ്ങിച്ച് അത് റെന്റിന് കൊടുത്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എപ്പോഴും നമ്മുടെ ലൈഫിൽ ഗുഡ് ഹാബിറ്റ്സിനെയൊക്കെ സ്ട്രെസ് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി സേവിംഗ് ഓഫ് മണീനൊക്കെ പറ്റിയിട്ട്. അദ്ദേഹത്തിന് ഈ ഒരു അഡ്വൈസ് അദ്ദേഹത്തിന്റെ ഫാദറിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഫാദർ സേവ് ചെയ്ത് അതിലൂടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വാരൻ ബഫറ്റിനെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് മണി മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർട്ടൺ ഏജ് വരെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ഏജ് എത്തിയതിനു ശേഷം പറഞ്ഞു കൊടുക്കാം എന്നാണ് അവർ ഓർക്കുന്നത്. ബട്ട് വാരൻ ബഫറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മണി മാനേജ്മെന്റ് എത്ര നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ പാരന്റ്സ് സേവ് ചെയ്യണമെന്നും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ സേവ് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏൺ ചെയ്തതിൽ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ബട്ട് ഇതിൽ എത്ര പേർക്ക് അറിയാം പ്രോപ്പർ ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്? സേവിങ്സ് എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല, അതൊരു ചലഞ്ചിങ് ടാസ്ക് ആണ്. ബട്ട് നമുക്ക് സേവ് ചെയ്യാൻ കുറച്ച് ഈസി വേസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് സേവ് ചെയ്യാം, അതിനുള്ള ഈസി സ്റ്റെപ്സ് ആൻഡ് സിംപ്ലസ്റ്റ് വേസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ എക്സ്പെൻസ് കട്ട് ഓഫ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ലൈഫ് ലീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പേഴ്സണൽ ഫിനാൻസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടന്റ് വീഡിയോസ് ആണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ. മണി സേവ് ചെയ്യാനുള്ള കുറച്ച് ഈസി അതുപോലെ തന്നെ സിംപ്ലസ്റ്റ് മെത്തേഡ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രാക്ക് സ്പെൻഡിങ് എന്നുള്ളതാണ്. പേഴ്സണൽ ഫിനാൻസ് ജേർണിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ട്രാക്ക് സ്പെൻഡിങ് എന്നുള്ളത്. അതായത് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എത്രയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് നിങ്ങൾ എത്ര നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ബാക്കിയുണ്ടെന്നുള്ളത്. അതായത് നിങ്ങളുടെ റെന്റിന് വേണ്ടിയിട്ട്, ഗ്രോസറിക്ക് വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് ഒരു സ്പ്രെഡ് ഷീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ട്രാക്കർ ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽഡേഴ്സിന്റെ ഹെൽപ്പ് വാങ്ങാം. അത് നിങ്ങളുടെ പാരന്റ്സിന്റെ ഹെൽപ്പോടെയൊക്കെ നിങ്ങൾക്ക് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ അവർക്കറിയായിരിക്കും. സെക്കൻഡ് വൺ, സ്റ്റാർട്ട് ബഡ്ജറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു സർട്ടൺ എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസും നമ്മുടെ ഇൻകവും നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏത് എക്സ്പെൻസ് കട്ട് ചെയ്യണം, അതുപോലെ തന്നെ എത്ര എമൗണ്ട് സേവ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി അഡ്വൈസ് ചെയ്യാറുള്ളത് 15:30:20 റൂളാണ്. അപ്പോൾ എന്താണ് 15:30:20 സേവിംഗ് റൂൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റൂളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിന്റെ 50% എസെൻഷ്യൽ കോസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം എന്നാണ്. അപ്പോൾ എസെൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെന്റ്, ഗ്രോസറി, ഇലക്ട്രിസിറ്റി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. 30% ലൈഫ് സ്റ്റൈൽ കോസ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ ക്ലോത്തിങ്, ട്രാവലിങ്ങിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഇനി നിങ്ങളുടെ സാലറിയുടെ 20% നിങ്ങളുടെ ഡെറ്റ്സ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. തേർഡ് വൺ, ഫൈൻഡിങ് വേസ് ടു കട്ട് അൺനെസസറി എക്സ്പെൻസ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ സേവ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് നമുക്കൊരു ഇനഫ് ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ
ആണെങ്കിൽ നിങ്ങളുടെ അൺനെസസറി എക്സ്പെൻസ് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് കട്ട് ചെയ്യുക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാ സിംഗിൾ പർച്ചേസും കട്ട് ചെയ്യണം എന്നല്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ആ ഒരു ബാലൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഷോപ്പിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പർച്ചേസിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു സൈക്കോളജി ഓഫ് മണിയാണ്. അപ്പോൾ മാർക്കറ്റേഴ്സ് ഇത് കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെബ്സൈറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഷോപ്പിലായിക്കോട്ടെ നമ്മളെ കൊണ്ട് മാക്സിമം പർച്ചേസ് ചെയ്യിപ്പിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് ഔട്ട് സ്മാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെംപ്റ്റേഷൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെംപ്റ്റേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം. ഫോർത്ത് വൺ, സ്റ്റാർട്ട് സേവിങ് ഏർലി. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർമെന്റ് എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻഡ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അതിലൂടെ നിങ്ങൾക്ക് ഒരു വെൽത്ത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈവൻ നിങ്ങളൊരു മിനിമം ഇൻകം കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഏർലി സ്റ്റേജിൽ നിങ്ങൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു വെൽത്തിലൂടെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു വ്യക്തി ഒരു ടീനേജർ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്റ്റെപ്പ് നമ്പർ 1-ലാണുള്ളത്. ഇനി ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈവൻ നിങ്ങളിപ്പോൾ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിഫ്ത്ത് വൺ, സെറ്റ് യുവർ പ്രയോറിറ്റീസ്. അപ്പൊ നമ്മുടെ ക്യാഷ് എക്സ്പെൻസ് നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പർച്ചേസ് വരുവാണ്, അർജന്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് അല്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർച്ചേസ് നിങ്ങൾക്ക് ഡിലേ ചെയ്യാം അണ്ടിൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു പർച്ചേസിന് വേണ്ടിയുള്ള എക്സ്ട്രാ ക്യാഷ് വരുന്നത് വരെ. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങളുടെ ഒരു കുട്ടീനെ നിങ്ങൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുത്ത് പഠിപ്പിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചൈൽഡ് എഡ്യൂക്കേഷൻ സേവിംഗ് ആണ് റാദർ ദാൻ അൺനെസസറി എക്സ്പെൻസ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നെസസറി അതുപോലെ തന്നെ ലക്ഷറി തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു കാര്യം നെസസറി ആണെങ്കിൽ അത് ചിലപ്പോൾ വേറൊരാൾക്ക് അത് ലക്ഷറി ആയിരിക്കും. അപ്പോൾ ഈ ലക്ഷറി അതുപോലെ തന്നെ നെസസറി തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ലൈഫിൽ മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സിക്സ്ത് വൺ, സെറ്റ് സേവിംഗ് ഗോൾസ്. അപ്പോൾ നമ്മുടെ ക്യാഷ് സേവ് ചെയ്യാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒന്നാണ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായിരിക്കും ഓൾവേസ് ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടാവും. നമുക്ക് ഷോർട്ട് ടേം ഗോൾസും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ലോങ് ടേം ഗോൾസ് ഉണ്ടാവും. ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കാർ വാങ്ങാൻ, അല്ലെങ്കിൽ നമുക്കൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു വീട് വാങ്ങണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്ലാനിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഫിനാൻഷ്യൽ എമർജൻസിക്കും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും. സെവൻത് വൺ, പിക്ക് റൈറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ നമ്മുടെ ക്യാഷ് സേവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാഷ് റൈറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ് റൈറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിലേക്കല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വേഴ്സ് ആവാനാണ് അവിടെ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോങ് ടേം ഗോൾ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് ഷോർട്ട് ടേം ഗോൾസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ്ലി നമുക്ക് പറയാനുള്ളത് സേവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സേവ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഒരു വെൽത്തിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതിലൂടെ തന്നെ അഡീഷണലി നമുക്ക് നമ്മുടെ ഏതൊരു ഫിനാൻഷ്യൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡെറ്റ്സ് ഒഴിവാക്കാനും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. എയ്ത്ത് വൺ, ടോക്ക് ടു യുവർ ഫാമിലി. ഇപ്പോൾ ഫാമിലി എന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പാരന്റ്സ് അല്ലെങ്കിൽ സ്പൗസ്. ഈവൻ നിങ്ങളുടെ മക്കൾക്ക് പോലും നിങ്ങളുടെ ഫിനാൻഷ്യൽ സക്സസിൽ പാർട്ടാവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാന് നിങ്ങളുടെ ഫാമിലി മെമ്പറുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ ആൾക്കാരും അവരുടെ ഫിനാൻഷ്യൽ ഗോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒന്നും ഫാമിലി മെമ്പറുമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ നിങ്ങളുടെ സെയിം പേജിലല്ല ഉള്ളതെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എഫക്റ്റീവ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും അത് റെക്കഗ്നൈസ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കണം.
ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ടോപ്പിക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പഠിക്കാൻ പറ്റിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കണ്ടന്റ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഗ്രോ യൂട്യൂബ് മലയാളം ചാനലിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.